വെൽക്കം ടു ലിസബത്ത്സ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. അത് യോഗട്ട് ഓറഞ്ച് കേക്ക്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 2 മുട്ട, 1/2 കപ്പ് തൈര്, ഒരു 80 ml ഓറഞ്ച് ജ്യൂസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് സോൾട്ട്, 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്. അത് ഓറഞ്ചിൻ്റെ ഓറഞ്ച് പാർട്ട് സ്കിന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഓറഞ്ച് പാർട്ട് മാത്രമേ എടുക്കാവുള്ളൂ. വൈറ്റ് പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ 60 ml ഓയിലോ മെൽറ്റഡ് ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കോൺ ഓയിലാണ്. ആദ്യം നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അത് 1-2 തവണ അരിച്ചെടുത്താലും അത്രയും നല്ലതാണ്, 2 തവണ അരിക്കുകയാണെങ്കിൽ. മൈദ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും മുട്ടയും ഓയിലും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഓറഞ്ച് സെസ്റ്റും തൈരും ഓറഞ്ച് ജ്യൂസും കൂടി ഇട്ട് നല്ലതായിട്ടൊന്നുകൂടെ മിക്സ് ആക്കണം. ഇവിടെ ഞാൻ മൈദ ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൈദ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇതിൽ ഞാൻ 2 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ മൈദ എല്ലാം മിക്സാക്കി കണ്ട നല്ല സ്മൂത്തായിരിക്കണം ആ മിക്സ്. ഇനി ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേ ഉണ്ട്. അതിൽ ഓയിലിട്ടിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. അത് എളുപ്പം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം, എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കാം. ഇതൊരു 45 to 50 മിനിറ്റ്സ് എടുക്കും ബേക്കായി വരാനായിട്ട്. അപ്പം നമ്മളൊരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുത്തു നോക്കുമ്പോൾ അതിൽ സ്റ്റിക്ക് ആവുന്നില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സ് എടുത്തു എനിക്ക് കേക്ക് റെഡി ആവാനായിട്ട്. കാരണം തൈരും ഓറഞ്ചും ഒക്കെ ഇല്ല, അതുകൊണ്ട് കുറച്ച് ടൈം ഈ കേക്കിന് എടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രൂട്ട് ഫിഗാണ്. അത് അത്തിപ്പഴം. ഇതിനിപ്പോൾ അത്ര നല്ല മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. ശരിക്കും ഈ ഫ്രൂട്ടിന് നല്ല മധുരമുള്ളതാണ്. ഞങ്ങളൊരിക്കൽ ജോർജിയക്ക് പോയപ്പം അവിടുന്ന് ഇങ്ങനെ മരത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പറിച്ച് കഴിച്ചു, നല്ല പഴുത്തത്. അപ്പോൾ അതിന് നല്ല മധുരമായിരുന്നു. ഇത് അത്ര മൂത്ത് വരുന്നതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇതിനൊരു ചെറിയ ഒരു മധുരം മാത്രമേ ഇതിനുള്ളൂ. ഇത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യട്ടെ. ഉണ്ടാകാൻ കണ്ടോ? ഇതിപ്പോൾ നല്ല പഴുത്തോണൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ മധുരം കുറവാണ്. ഇത് മൊത്തം നമുക്കിങ്ങനെ സ്കിന്നോട് കൂടി കഴിക്കാം, ഫുള്ളും കഴിക്കാൻ പറ്റും നമുക്കിത്. ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ടിനൊക്കെ നല്ല മധുരമുണ്ട് ഇവിടെ കിട്ടുന്നത്. പിന്നെ ചില സീസണിലൊക്കെ കുറച്ചുകൂടെ മധുരം കാണാറുണ്ട്. ഇതിപ്പം ഇതിനത്ര മധുരം പോരാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.